ഓണസദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് യെല്ലോ കളറിൽ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്ലേവേഴ്സ് ഓഫ് ആപ്പിളിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. നാരങ്ങച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 20 നാരങ്ങ ചെറിയ സൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ വിനേഗർ, ഓയിൽ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഉപ്പ്, ഉലുവ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജിഞ്ചർ ഓയിലും വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാവുന്നതാണ്. സൺഫ്ലവർ ഓയിലാവുമ്പോൾ അധികം നാൾ കേടാവാതെ തന്നെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഇതേപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 100 ഗ്രാം ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും അതേപോലെ തന്നെ 100 ഗ്രാം ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിലും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ജൂലിയം കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലോട്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് പിക്കിളിന് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് അതിലോട്ട് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ വറ്റൽമുളകൊക്കെ നമുക്ക് പിക്കിളിന് നല്ലൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി ഞാനിവിടെ ഒരു ഗ്രീൻ ചില്ലി ഒരു 4-5 പീസാക്കിയിട്ട് ചെറുതായിട്ട് ചരിച്ച് കട്ട് ചെയ്താണ്. നമുക്ക് 2 ആക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഞാനിവിടെ LGയുടെ കായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഒരുപാട് കൂടാനും പാടില്ല, അതേപോലെ തന്നെ കുറയാനും പാടില്ല. കായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ദഹനത്തിനൊക്കെ നല്ലൊരു മെഡിസിനും കൂടിയാണ്. ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ചില്ലി പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച നാരങ്ങ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെമണിൽ ഓൾറെഡി പുളിയുള്ളത് കാരണം കൊണ്ട് വിനേഗർ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്പം വിനേഗർ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അച്ചാർ 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ലെമൺ ഒന്ന് വേവിച്ചതിന് ശേഷം തണുപ്പിച്ചിട്ട് ഉപ്പിട്ട് വെച്ച് 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊരു തടുക്കി അടിച്ചിട്ട് അതിലോട്ട് മിക്സ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ പച്ചയ്ക്ക് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഇതിൽ തന്നെ വേവിച്ചെടുക്കുകയും ചെയ്യാം. 2 രീതിയിൽ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കാം.
ഇനി നമുക്ക് നാരങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല തീയിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഷുഗർ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. ഒന്നുകൂടി കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കുറുകാനും പാടില്ല. ഇതൊന്ന് തണുക്കണ സമയത്ത് ഒന്നുകൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏത് തരം സദ്യക്കും വിളമ്പാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്കിതൊരു ബോളിലോട്ട് മാറ്റിയിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉപയോഗിക്കാവൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.